തോളിന് ആരംഭിച്ചിട്ട് കൈ വരെ വേദന വരുന്നുണ്ടോ? കീബോർഡ് മൗസ് ഒക്കെ ഉപയോഗിച്ചാൽ പെയിൻ കൂടുന്നുണ്ടെങ്കിൽ ഇത് സാധാരണമായിട്ടുള്ള ഒരു നോർമൽ ആയിട്ടുള്ള ഒരു മസിൽ പെയിൻ അല്ല. ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരിന്റെ ഈ കഴുത്ത് വേദന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ രണ്ടാമതായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഷോൾഡർ ജോയിന്റ് ആണ്. ലാപ്ടോപ്പിന്റെ മുമ്പിൽ കുനിഞ്ഞിരിക്കുക, മൗസ് ഓവർ യൂസ് ചെയ്യുക, ഷോൾഡർ ഹഞ്ച് പോസ്റ്റർ, കുനിഞ്ഞിരിക്കുന്ന ഒരു പോസ്റ്റർ, ഇതൊക്കെ ഷോൾഡറിന്റെ മസിൽസിനെ ഓവറായിട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. ആയുർവേദത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിയാലും വാദത്തിന്റെ അഗ്രവേഷൻ മസിൽ ടെൻഡോണിന്റെ ഒരു സ്റ്റിഫ്നെസ് സൃഷ്ടിക്കുന്നുണ്ട്. അപ്പൊ സയൻസ് എന്ന് പറയുന്നത് ഷോൾഡർ ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദനയുണ്ട്. അതുപോലെ തന്നെ ആംസിലേക്ക്, കൈകൾ എൽബോസിലേക്കൊക്കെ ഉള്ള സ്പ്രെഡ് ചെയ്യാനുള്ള സ്പ്രെഡ് ചെയ്യാനുള്ള വേദന, ഹെവി ഫീലിംഗ്, അതായത് നമുക്ക് കൈകൾ ഭയങ്കര ഹെവി ആയിട്ട് തോന്നും. അതുപോലെ തന്നെ രാത്രിയിൽ വേദന, അതായത് ഒരു സൈഡിലേക്കൊക്കെ ചെരിഞ്ഞു കിടക്കുമ്പോൾ ഉണ്ടാവുന്ന വേദന. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് വെയിറ്റ് ലിഫ്റ്റ്, അതായത് വീക്ക്നെസ് തോന്നുക, അതായത് വലിയ വെയിറ്റ് ഒന്നും തൂക്കാൻ പറ്റാത്ത ഒരു ഫീലിംഗ്, വീക്ക്നെസ് ആയിട്ടൊന്നും തോന്നുന്നത്. പലരും ഇതിനെ ഫ്രോസൺ ഷോൾഡർ ആണെന്നാണ് ഭയപ്പെടുക. പക്ഷെ ഏർലി സ്റ്റേജിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫ്രോസൺ ഷോൾഡറിലൊന്നും അത്ര എത്തത്തില്ല. അത്രയും പോകുന്നത് തന്നെ ലോങ് ടേമിലേക്ക് ആയതുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു പോസ്റ്റർ കറക്ഷനും പ്ലസ് അതായത് സർക്കുലേഷൻ ബാലൻസ് പ്രോപ്പർ ആയിട്ട് ക്ലിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇത് മാറും. ഇതാണ് ഇതിന്റെ ഒരു റൂട്ട് കോസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ട്രീറ്റ് ചെയ്യാതെ വിട്ടു കഴിഞ്ഞാൽ റൊട്ടേറ്റർ കഫ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവും, നെർവ് ഇറിറ്റേഷൻ ഉണ്ടാവും, ഫ്രോസൺ ഷോൾഡറിന്റെ റിസ്ക്കും അവിടെ ഉണ്ടായിരിക്കും. ലേറ്റർ സ്റ്റേജ് ആകുമ്പോൾ ഇതെല്ലാം പ്രോഗ്രസീവ് ആയിട്ട് ചെന്നെത്തിപ്പെടുന്നത് അതിലേക്കായിരിക്കും. ഇതിന് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഒന്ന്, ഷോൾഡർ ഡ്രോപ്പ് കറക്ഷൻ എന്നുള്ളതാണ്. വർക്കിംഗ് ടൈമിൽ ഷോൾഡർ കോൺഷ്യസ് ആയിട്ട് റിലാക്സ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഒന്ന്. നമുക്ക് അൺനോട്ടീസ്ഡ് ആയിട്ട് ചിലപ്പം നമുക്ക് വേദന എന്തെങ്കിലും തോന്നുന്ന പക്ഷത്തിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ ഒന്ന് ഇങ്ങനെ ടൈറ്റ് ആക്കി റിലീസ് ആക്കുക. ഇനി രണ്ടെന്ന് പറയുന്നത് വാം കംപ്രസ് ആണ്. രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് ഷോൾഡറിൽ അപ്പർ ആം ജംഗ്ഷനിലേക്ക് നമുക്കൊരു 10-12 മിനിറ്റ് ചെറിയ തോർത്ത് മുക്കി വെക്കത്തില്ലേ നമ്മൾ സേഫ് ആയിട്ട് ചെയ്യുന്നത്, ആ രീതിക്ക് ചെറിയ ചൂട് കൊടുക്കുക. മൂന്ന്, വാൾ ആം സ്ട്രെച്ച് എന്ന് പറയും. നമുക്ക് ഒരു ദിവസത്തിൽ 2 നേരമൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കൈകൾ ഭിത്തിയിലേക്ക് വെക്കുക, സ്ട്രെച്ച് ചെയ്ത് വെക്കുക, എന്നിട്ട് പയ്യെ പുഷ് ചെയ്യുക. അപ്പൊ നമ്മൾ ആ സ്ട്രെച്ച് കൊടുക്കുമ്പോൾ തന്നെ കുറെയൊക്കെ അവിടുത്തെ ആ ടെൻഷൻ മാറും, റിലീഫ് ആവും എന്നുള്ളതാണ്. ഇതൊക്കെ ഏർലി സ്റ്റേജിൽ തന്നെ ചെയ്ത് ശീലിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. ബാക്കി ഇനി വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്ലീപ്പ് റൂളാണ്. സ്ലീപ്പ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻ ഉള്ള ഷോൾഡേഴ്സിൽ കിടക്കുന്നത്, അതായത് ആ സൈഡ് ചെരിഞ്ഞ് കിടക്കുന്നത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. പില്ലോ ഒരു ഷോൾഡറിന്റെ സപ്പോർട്ടീവായിട്ട് അകത്ത് വെച്ചു കൊടുക്കുക. ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ കുറെയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. മറ്റൊന്ന്, ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വേദന തുടങ്ങുന്ന സമയത്ത് തന്നെ ഇത് എന്താണെന്നുള്ളത് നോക്കുകയും അതിനൊന്ന് കറക്ഷൻ, അത് ആയുർവേദത്തിൽ തന്നെ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് മെഡിസിൻ ഇല്ലാതെ തന്നെ, ഇഞ്ചക്ഷനോ സർജറി ഒന്നും ആവശ്യമില്ലാതെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഒരു അസസ്മെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 ആഴ്ച കൊണ്ട് തന്നെ നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേസുകളാണ് ഈ ഒരു ഷോൾഡർ പെയിൻ എന്ന് പറയുന്നത്. സോ ഇതുപോലത്തെ നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈന്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, സംശയങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ കണക്ട് ഇൻ, താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാം.